ദളനയനേ ദേവി നിഹാരശൈല തനയേ നീരജ ദളനയനേ. നീരജ ദളനയനേ ദേവി നിഹാരശൈല തനയേ നീരജ ദളനയനേ. നീരജ ദളനയനേ ദേവി നിഹാരശൈല തനയേ നീരജ ദളനയനേ. ദേവാങ്കി, എന്ത് പറ്റി? തൊണ്ടയിലെ വെള്ളം പറ്റിയ? എപ്പോഴത്തെ പോലെ ഒക്കെ തൊണ്ടയിലെ വെള്ളം പറ്റിയെന്ന് പറയും. ഓക്കെ, ചോദിക്കാം പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ശരത് സർ? മോളെ ദേവാങ്കി, നല്ല നല്ല എന്താ പറയുക, നല്ല സുഖമുള്ള ഒരു പാട്ട്. കാര്യം ഇദ്ദേഹം കുറെ പാട്ടുകൾ, ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ് മോളെ? ആർ സോമശേഖരൻ സാർ. നല്ല കുറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എഴുതിയതോ? ONV കുറുപ്പ് സാർ. പറയണ്ട മക്കളെ. പിന്നെ പാടിയത് പറ, നമ്മുടെ കൊള്ളാം. അത് എന്താ പറയണ്ട, ചില ഏരിയകളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട പാട്ടും കൂടാണ്. പിന്നെ മോളെ ഈ തുടക്കം മുതൽ മോക്ക് ശ്രുതിയാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചേരായിക. അതെന്താ പറ്റിയ? വെള്ളം പറ്റിയതാണോ? അപ്പോഴേ വെള്ളം പറ്റി, പിന്നെ ഇന്നിയർ വെച്ചിട്ടില്ലായിരുന്നു. ആരെങ്കിലും പറഞ്ഞോ ഇന്നിയർ വെക്കരുതെന്ന്? അല്ല, ആദ്യം ഇന്നിയറിൽ പാടി നോക്കുമ്പോ ഒരു ചേരായിക പോലെ അപ്പൊ എടുത്തപ്പം പിന്നെ ഫുള്ള് ചേരായികയായി. മോളെ അത് ചേർന്നുണ്ടായിരുന്നില്ല കേട്ടോ മക്കളെ. അതുപോലെ ഈ പല്ലവിയുടെ എൻ്റെ ശൈല തനയെ അല്ലേ,
അതെങ്ങനെയാ മോള് പാടുന്നത്? നിഹാരശൈല തനയേ. ആ മോളെ, തനയേ നീരജ പോരെ, തനയേ നീരജ എന്ന് പാടണം. അവിടെ മാത്രം ഭീകര വെലോസിറ്റിയാണ് മോക്ക്. അതിനാണ് അങ്ങനെ. അതാണ് മോള് കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്. ആണോ? അങ്ങനൊന്നുമില്ല. മോക്ക് തോന്നിയില്ലേ അത്? ചെറുതായിട്ട്. ശൈലതനയേ മതി. അത് മാത്രം ഇങ്ങനെ മുഴച്ചു നിൽക്കും മക്കളെ. ആ തോന്നിയില്ലേ? തോന്നി ചെറുതായിട്ട്. പിന്നെ ശ്രുതി പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം മോളെ. വർഷവും വസന്തവും അതൊന്ന് പാടാമോ? വർഷവും വസന്തവും ഗ്രീഷ്മവും ശിശിരവും വർഷവും. അത് ഇത് ആദ്യം പാടിയപ്പോൾ മോളെ അത് വിധ കുഴപ്പങ്ങളായിരുന്നു. ഈവൻ ബെൻഡുകൾ പോലും നമ്മളത് വിചാരിക്കാത്ത നോട്ട്സിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് മോളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വന്നു പോകാൻ അറിയാതെ അതൊക്കെ ശ്രുതി ഒരു ഭീകര ലെവലിലായിരുന്നു. പിന്നെ മക്കളെ അത് സ്വരം ഒന്ന് പാടാമോ വളരെ കൃത്യമായിട്ട്? ഗമ ഗമ ഗ ഗമ ദമ ഗ സനി സധനി സ സനി സനി ദമ ഗമ ഗമ ഗ ഗമ ദമ ഗ സനി സധനി സ സനി സനി ദമ സമ മമ ഗമ മമ സ ഗമ ധനി സനി ദമ ഗ സ മദ ദ ദ മ നി 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 മ സ സ സനി ധ നി സ സ ഗമ ഗ നി സ സ ധനി നി മദ ദ ഗമ മ. അത് നിസസധനിനി ഒന്നും കൂടെ കൃത്യമാകും. നിസസധനിനി മദ ദ ഗമ മ. നിസസധനിനി 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 മദ ദ ഗമ മ. ആ അത് മോളത് നിസസധനിനി മദ ഗമ മ. അത് നിസത്തു ദുട്ടിട്ടു പൊത്തത്തു കപ്പ അത് വായിട്ടാക്കിയ കിട്ടത്തുള്ളത്. കൂളായിട്ട് പാടി മദ ഗമ മ. നിസസധനിനി മദ ദ ഗമ മ. ആ അത് ചേർത്ത് തക്കട്ടെ തക്കട്ടെ തക്കട്ടെ. നിസസധനിനി മദ ദ ഗമ മ. ആ അത് കറക്റ്റ് ആയിക്കോളാം മക്കളെ കേട്ടാ. പിന്നെ ഗസനിദ സനിദ മനിദ മഗ ഗസനിദ ഗസനിദ സനിദ മനിദ മഗ ഗാ ടു ഗായാണത്. ഇപ്പൊ ഗസനിദ ഗസനിദ സനിദ മനിദ മഗ ഗസനിദ ഗസനിദ ഗസൻ ഗസനിദ സനിദ മനിദ മഗ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ലാസ്റ്റ് വന്ന ആ പല്ലവി അത് മൊത്തം ചേർന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്കത് ഫീൽ ചെയ്തോ? പറയുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിൽ പറയാതിരിക്കാനും വയ്യ കുഞ്ഞ് കേട്ടോ. അപ്പൊ മക്കളെ ഇതേ ഉള്ളൂ, അത് ശരിയായിക്കൊള്ളുക കേട്ടോ. ഇത് ഏതാണ് രാഗം? ഇത് ഹിന്ദോളം. ആഹാ, ഇതിൽ ഏതൊക്കെ പാട്ടറിയാം മോക്ക്? താരം വൽക്കണ്ണാടി, ആ ഓം നമ ശിവായ. ആ രാജാ സാറിന്റെ ഈ താരം പറഞ്ഞ മോള് അതുണ്ടല്ലോ. താരത്തിൽ മോളെ അന്യ നോട്ട്സ് അതുണ്ട്. വാൽക്കണ്ണാടി. അപ്പൊ അതല്ല, ഓം നമ ശിവായ ആണ്. ഓം നമ ശിവായ ആണ്. സാമജവരഗമന അത് കൃതിയല്ലേ? അതെ ആയിക്കൂടെ. അത് എന്തറിയാന്ന് ചോദിക്കുമ്പോ കൃതി മാറ്റി വെക്കുവോ നീ? സിനിമ പാട്ട് ചോദിച്ചു. അങ്ങനൊന്നുമല്ല, ഞാൻ എന്തെങ്കിലും മോക്ക് ഇതിൽ അറിയാവോന്നാ ചോദിച്ചത്. അപ്പൊ എന്താണെങ്കിലും പറയാം. നീരജദള എന്ന് പറയുമ്പോ ഈ നീരജാക്ഷി കാമാക്ഷി നീരദച്ചിക്കുരേ ത്രിപുരേ അമ്പ നീര, ഇതൊക്കെ നീരല്ലേ? അത് ഹിന്ദോളമാണ്. അതും കുറെ പാട്ടുണ്ട് മോളെ. അത് നമ്മൾ നോക്കണം. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഒരു രാഗം പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു കൃതി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല മോളെ. അത് കുറേ കൃതികൾ അതിൽ പഠിക്കുമ്പോഴാണ് ആ രാഗം നമുക്ക് ഇപ്പോൾ ഒരു രാഗവിസ്താരം നടത്തുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു എത്രത്തോളം ഉണ്ട് ആ രാഗം നമുക്ക് തോന്നി പാടാൻ പറ്റത്തുള്ളൂ. ഇല്ല നമ്മളൊരെണ്ണം സ്ഥിരം പഠിച്ചു വെച്ചേക്കുന്ന പോലെ പാടേണ്ടി വരും. നമുക്ക് പുതിയതായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറേ കൃതികൾ പഠിക്കുക. എന്നിട്ട് നമ്മൾ ഒരു തന്നെ ഒന്നിൽ പാടി ചിലപ്പോൾ അത് തൃപ്തി കാണത്തില്ല. ഒരു തവണ കൂടെ പാടുക, പാടിക്കൊണ്ടിരിക്കുക. അതല്ലേ സംഗീതം. നമ്മളിലുള്ള സംഗീതത്തിനെ പെർഫെക്റ്റ് ആക്കുക, അതാണ് പ്രധാനം. ഇപ്പം എന്തൊക്കെയായാലും മോള് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. എല്ലാം നന്മയും ഉണ്ടാവട്ടെ കുഞ്ഞിന്. ഓൾ ദി ബെസ്റ്റ്. ശ്രുതി ചേർത്ത് പാടില്ല, അവിടെ വന്ന് തല്ലും ഉറപ്പായിട്ട്. അത് നമുക്ക് ഒരിക്കലും അത് നമുക്ക് വിടാൻ പറ്റില്ല മോളെ. ശ്രുതി ലയം അതാണ് പ്രധാനം. ശ്രുതിയോട് ചേർന്ന ആ ലയം എന്ന് പറഞ്ഞാൽ താളത്തിൽ അങ്ങനെ അങ്ങ് ചേരുക, അങ്ങനെ ലയിക്കുക.
അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. അത് മനസ്സിൽ വെച്ചോണം മോള് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. അൽ ചേച്ചി, അപ്പൊ ഒരുവിധം ഒരു ക്ലാസ് കിട്ടിയല്ലേ? അതൊക്കെ ശ്രദ്ധിക്കണം മോളു. ഓക്കെ. പക്ഷെ സത്യം പറയണെങ്കിൽ ഇത് പാട്ട് ഡിഫിക്കൾട്ടാണ്. ഇത് ഈ സ്വരങ്ങളൊക്കെ ഒന്ന് തിശ്രത്തിലും അങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വരുന്ന പല ഫ്രേസസ് ഉണ്ടല്ലോ. അതൊക്കെ മോള് അതൊക്കെ പാടാൻ ഒരു വലിയ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഇവിടെ അല്ലേ? അതിന് ഞാൻ അഭിനന്ദിക്കുന്നു കേട്ടോ. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ടാണ് ഈ സ്റ്റേജിൽ. മലയാളം. പക്ഷേ ചിലപ്പോ എനിക്ക് തോന്നുന്നു എനിക്കാണ് മാർക്കിടുന്നു ഇവർ രണ്ടുപേരും. എന്നാലും കുറെ കാര്യങ്ങൾ പോയിന്റ് ചെയ്തു. ഇപ്പോ സ്വരം പാടി കേൾപ്പിച്ചപ്പോ കൊള്ളാം, ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ടെമ്പോ ഇല്ലാതെ സ്ലോ ആയിട്ട് പാടുമ്പോൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ദോളം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ 5 നോട്ട്സ് ഉള്ള രാഗാസ് അല്ലേ? ഈ സഗമത അപ്പോ ഒരുപാട് ഗ്യാപ്സ് ഉള്ള 5 നോട്ട്സ് വരുന്ന രാഗാസ് കുറച്ച് ട്രിക്കിയാണ്. ഇപ്പോ സഗ കുറച്ച് വലിയ ഗ്യാപ്പാണ്. ഗമ മദ. അപ്പോ ഈ പാട്ടില് കുറെ സമ മാമ അത് ആ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് പാടുന്നില്ലേ, അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഫ്രേസ് എന്ന് വെച്ചാൽ അപ്പൊ ദസ ആ ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് മാസ്റ്റർ ചെയ്യില്ലെങ്കിൽ ഇത് കിട്ടുന്നില്ല. അത് വെറുതെ ഗസാനിത സാനിത മനീത മകൻ അത് ചിന്തിക്കാം. പക്ഷെ ഈ ഗസാനിത വന്നിട്ട് സാ വീണ്ടും പോണല്ലേ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ സഗ സമ സദ സനി സസ സനി സദ സമ സഗ സസ നി സദ സമ സഗ സ ഇങ്ങനെ ഈ ഗ്യാപ്സ് ഒക്കെ നമ്മൾ ഒരു രാഗം എന്ന് വെച്ചാൽ അതൊക്കെ ഗ്യാപ്സ് ആണല്ലേ. സാ ടു മാ ഒരു ഇത്ര ഗ്യാപ്പാണ്. സാ ടു ഗ സഗ സമ. ഇത് നമ്മൾ പാടുമ്പോൾ ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ ഇതൊക്കെ ഈ എക്സസൈസസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ പാട്ട് ഫലിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പാടുമ്പോൾ അത് അങ്ങനെ പോകുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. അപ്പൊ പെട്ടെന്ന് അത് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ഏത് ഉറക്കത്തിലും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പാടുന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടും. അപ്പോൾ അത്രയും നമ്മൾ ഇന്റിമേറ്റ് ആക്കണം. രാഗം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് പോലെയാണ്, നമ്മുടെ സ്വന്തമാണ് അവർ. അപ്പൊ അത്രത്തോളം അതിന് സ്നേഹിച്ചാൽ ഈ പാട്ടൊക്കെ പുല്ല് പോലെ പാടാം. അല്ല, അത്ര ഈസി ആയിട്ട് പാടാം. താങ്ക് യു. ഓക്കെ, ഷാനിക്ക. ഹായ് ദേവാംഗി. ഒരു സ്പെഷ്യൽ ഹായ്. അതെ, എന്നത്തെ ക്ലാസ് കഴിഞ്ഞു? ഇന്നത്തേക്കുള്ളതൊക്കെ ആയാലോ? എന്റെ പൊന്നുമോളുടെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞോ? സന്തോഷമായല്ലോ? ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാലോ ഇനി? ആ മോളെ, ഞാന് ഇതിൽ കണ്ട ഒരു ടെക്നിക്കൽ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇന്നിയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നു ആ ഇന്നിയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചുകൂടെ ശ്രുതിയിൽ ചേർന്ന് പാടാൻ പറ്റിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു സംഭവം സ്വന്തം മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ഷോയുടെ സമയത്ത് എൻ്റെ ബാൻഡ് മെമ്പേഴ്സ് എന്നോട് പറഞ്ഞു, ഇന്നിയേഴ്സ് ഡെഫിനറ്റ്ലി ഇന്നിയേഴ്സ് വേണം, ഇന്നിയേഴ്സ് വെച്ചിട്ടേ നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഇന്നിയർ ഞാൻ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് അതിന്റെ വേറൊരു കളറ് കിട്ടിയത്. അപ്പം കാരണം വേറെ പുറത്തുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കൃത്യമായിട്ട് നമുക്ക് ശ്രുതി കേൾക്കാം. അപ്പൊ ഇന്നിയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മോളെ കേട്ടാ. അത് ഒരു കൺവീനിയന്റ് ഫാക്ടർ ആയിട്ട് കാണുക, കാരണം ശ്രുതി കൃത്യമായിട്ട് കിട്ടും. ഇന്നത്തെ പ്രശ്നം അതാണ്. ഓക്കെ. പിന്നെ ഇടയ്ക്ക് തൊണ്ടയിലെ വെള്ളം പറ്റി. മോളുടെ വീട്ടിലെ വാട്ടർ സപ്ലൈക്ക് എന്തോ പ്രശ്നം ഉണ്ടാട്ടോ, എപ്പോഴും വെള്ളം പറ്റിക്കൊണ്ടിരിക്കും. തൊണ്ടയിലെ വെള്ളം പറ്റി. അത്രേ ഉള്ളൂ മോളെ, ബാക്കിയൊക്കെ ഇറ്റ് വാസ് ഓക്കെ കേട്ടോ. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. മോളെ 7.2. താങ്ക് യു ശരത് സർ. ഷാനിക്ക സെയിം 7.2. താങ്ക് യു സർ. So 14.4 marks. Okay? All the best da.